എല്ലാ മനുഷ്യരും എക്കാലവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, അങ്ങ് എന്നെ ഒന്ന് മറയ്ക്കണമേ. ശത്രുവിന്റെ അഗ്നിയസ്ത്രങ്ങൾ ശക്തിയോട് എതിർത്തു വരുമ്പോൾ അത് നിന്റെ ആരോഗ്യത്തെയോ പ്രാണനെയോ തൊടാതെ എന്നെ ഒന്ന് മറയ്ക്കണമേ, ആമി സ്തോത്രം എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. 91 സങ്കീർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യത അത്യുന്നതന്റെ മറവിൽ വസിക്കുക. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആമി ദൈവത്തിന്റെ മറവിൽ നിന്നെ ദൈവം മറയ്ക്കുമെന്നുള്ളതാണ്. ഇന്ന് 5-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യമാണ് ധ്യാനിക്കാൻ പോകുന്നത്. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. 2 ആശയങ്ങൾ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുക. ഒന്ന്, നിന്റെ മേൽ ഒരനുഗ്രഹം വരാൻ പോകുന്നു. 2, പരിച കൊണ്ടെന്ന പോലെ ദൈവത്തിന് സ്തോത്രം ആമി ദയ കൊണ്ട് നിന്നെ ദൈവം മറയ്ക്കാൻ പോകുകയാണ്. യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന യുദ്ധം ചെയ്യുന്ന ഒരാളുടെ വലത് കൈയിൽ ഒരു വാളും ഇടത് കൈയിൽ ഒരു പരിചയമുണ്ട്. വലത് കൈ കൊണ്ട് ശത്രുവിനെ നിഗ്രഹിക്കുകയും ഇടത് കൈ കൊണ്ട് തനിക്കെതിരെ വരുന്ന ആമെ ആയുധങ്ങളെ തടയുകയും ചെയ്യും. ഇവിടെ ആ പരിചയം എന്ന സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. സ്തോത്രം. കണ്ടോ, നിങ്ങൾക്കെതിരെ വരുന്ന ചില ആയുധങ്ങളെ തടയുന്ന, അതിനകത്തു നിന്നെ മറയ്ക്കുന്ന ദൈവത്തിന്റെ കരം. അവിടെ എഴുതിയിരിക്കുക, യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. എന്തോ എനിക്ക് ഹോളി സ്പിരിറ്റ് തരുന്നൊരു നിയോഗം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള സമയമായി. തടഞ്ഞു വെച്ച പല തടസ്സങ്ങളും ഇന്നത്തെ പ്രാർത്ഥനയിൽ റിലീസാകും. നീ യഥാർത്ഥമായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ പോകുക. മാത്രമല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മറച്ചു പിടിക്കാൻ പോകുക. 91-ാം സങ്കീർത്തനം താഴോട്ട് വായിച്ചു വരുമ്പോൾ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല, കാരണം നീ അത്യുന്നതന്റെ മറവിലാണ്. സ്തോത്രം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയാണ്. അതിന്റെ കാരണം എന്താ? നീ ദൈവത്തിന്റെ ആമി കാവലിലാണ്. ദൈവം നിന്നെ മറയ്ക്കുകയാണ്. നമുക്ക് പറയാം, സങ്കീർത്തനത്തിന്റെ വാക്യമുണ്ട്, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. 2 സന്ദേശം ദൈവം നിങ്ങളോട് സംസാരിക്കുക. നിന്നെ അനുഗ്രഹിക്കാൻ സമയമായി, നിന്നെ മറച്ചു പിടിക്കാൻ സമയമായി. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അദൃശ്യകരം നിന്റെ മക്കളുടെ മേൽ നീട്ടണം. അവരുടെ പ്രതിസന്ധികളെ മാറ്റണം. ദൈവം അവരെ അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ ദയ കൊണ്ട് അവരെ മറക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ ദയ നിന്നെ മറയ്ക്കും. ഗോഡ് ബ്ലെസ് യു.